നിങ്ങൾ ആ തത്വം രാജ്യത്തോട് ഉപദേശിക്കേണ്ടതില്ല. വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കണ്ട. നിങ്ങളുടെ രീതികൾ മാറ്റുകയാണ് വേണ്ടത്. നിങ്ങളുടെ രീതികൾ മാറ്റുന്നതിന് സംഭാവന ചെയ്യാണോ ഏതെങ്കിലും ഘട്ടത്തിൽ മോദി ചെയ്തിട്ടുള്ളത്? ഇവിടെ പശുവിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു. വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷണത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു. രാജ്യമാകെ അതിനെ അപലപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ നാക്ക് അനങ്ങിയോ? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ആ അക്രമികൾക്കെതിരെ അരേ അക്ഷരം നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നത്? നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാനിക്കുന്നില്ല. മതനിരപേക്ഷത ഇവിടെ ഉണ്ടാകരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് എന്ന് ഓർക്കണം. പക്ഷേ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിക്കുന്ന ജനങ്ങളാണ് രാജ്യത്തുള്ളത്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ ഈ രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് പുറപ്പെട്ടില്ലേ? നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തലപ്പത്തെത്തിയപ്പോൾ, നിങ്ങൾ പ്രധാനമന്ത്രിയായിക്കൊണ്ട് BJP ഗവൺമെന്റ് രൂപീകൃതമായപ്പോൾ RSSന്റെ നയം നടപ്പാക്കാനുള്ള ശ്രമമല്ലേ നടന്നത്? RSS കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നവർ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരൊന്നും രാജ്യത്ത് വേണ്ട, അവരെല്ലാം രാജ്യം വിട്ടുവന്നു. അതാണ് അവർ അംഗീകരിച്ചിട്ടുള്ള തത്വശാസ്ത്രം. അതിൻ്റെ ഭാഗമായാണ് നാസിസത്തിൻ്റെ തത്വശാസ്ത്രം അവർ അംഗീകരിച്ചത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ നിഷ്കാസനം ചെയ്തത് മാതൃകയായും അതാണ് ഭാരതത്തിന് അനുകരിക്കാൻ കഴിയാവുന്നത് എന്നും എഴുതി വെച്ചവരാണ് RSS. നിങ്ങൾ അതിൻ്റെ വക്താവാണ്. ആ നയത്തിൻ്റെ ഭാഗമായാണ് നിങ്ങളിവിടെ മറ്റു മതക്കാരെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിക്കാനുള്ള ഗിർവാപ്പസി എന്ന പേരിലുള്ള ഒരു നടപടി നേരത്തെ ആരംഭിച്ചത്. രാജ്യമാകെ അതിനെ എതിർത്തു. ലോകത്ത് തന്നെ അതിനെതിരെ പ്രതികരണങ്ങളുണ്ടായി. നിങ്ങൾ ശബ്ദിച്ചോ അതിനെതിരായിട്ട്? നിങ്ങളെ കൂടെയുള്ള ആരെങ്കിലും ശബ്ദിച്ചോ? നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് തലപ്പത്തിരിക്കുന്നവർക്ക് ചേർന്ന നിലയാണോ നിങ്ങൾ എടുത്തത്? രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അത് കാത്തു സൂക്ഷിക്കുക എന്നത് മതനിരപേക്ഷ ചിന്താഗതിക്കാരായ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത ജനങ്ങളിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ മറ്റൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ പൂജാകർമ്മങ്ങളെ ആകെ എതിർക്കുകയാണെന്നാണ്. ഇതൊക്കെ പ്രധാനമന്ത്രി എന്നയാൾക്ക് പറയേണ്ട മറുപടി അല്ല, മറ്റൊരു തരത്തിലാണ് പറയേണ്ടത്. പക്ഷേ ആ പ്രധാനമന്ത്രി സ്ഥാനത്തോടൊരു ബഹുമാനം കാണിക്കണമല്ലോ. അതുകൊണ്ട് ആ അർഹിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ മടിക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ, വോട്ടർമാർ, അത്
കണ്ണൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മോദി ഇന്നലെ നടത്തിയ പരാമർശങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.